And finally we reached the room and we were dead tired. ഞങ്ങൾക്ക് ഒരു റൂമൊക്കെ കാണിച്ചു തന്നു. രാത്രി കൊണ്ട് ഭയങ്കര സൈലൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ലഗേജൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഒരൊറ്റ കിടത്തായിരുന്നു. രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഐറ്റിനറി പ്രകാരം ഇന്ന് 3 സ്പോട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്പോട്ടാണ് സിൻവാലി റിസർവോയർ. നമ്മളെ കയ്യിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പോകുന്ന വഴി വെള്ളം വാങ്ങാൻ ഒരു സ്ഥലത്ത് നമുക്ക് നിർത്തി തന്നു. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്നല്ലേ, എനിക്ക് ഇവിടുത്തെ കോയിൻസ് എണ്ണാനറിയില്ല. അവരാണെങ്കിൽ ഒരു ലോഡ് കോയിൻസ് ആണ് എനിക്ക് തന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈവറിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല, നമ്മൾക്കാണെങ്കിൽ ജോർജിയൻ ഭാഷ ഒട്ടും അറിയത്തില്ല. അങ്ങനെ നമ്മളെ പൊട്ടന്മാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ വേറൊരു സംഭവമുണ്ട്, അത് നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നലെ രാത്രി വരുമ്പോൾ ബഹു കേമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വരുന്ന സമയത്ത് പകുതി വഴി എത്തിയപ്പോഴാണ് പറയുന്നത് ഡ്രൈവർ ഇനിയും 3 ആൾക്കാരെയും കൂടെ പിക്ക് ചെയ്യാനുണ്ടെന്ന്. പിന്നെയും തിരിച്ചു പോയി, പിന്നെയും അവരെ പിക്ക് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അവരുണ്ട് കേട്ടോ നമ്മളുടെ കൂടെ കാറിൽ. ഒരു 2 ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയൊരു കാറാണ്. അങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്കൊരു വിഷയമല്ല. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. നിങ്ങളിനി കാണാൻ പോകുന്നതാണ് സിൻവാലി റിസർവോയർ. ജോർജിയയിലെ ഒരു മാൻമെയ്ഡ് ലേക്കാണ്. ബട്ട് സീരിയസ്ലി ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്. സറൗണ്ടഡ് ബൈ മിസ്റ്റി മൗണ്ടെയിൻസ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഒരു പെർഫെക്റ്റ് സീനിക് സ്പോട്ട് ഫോർ നേച്ചർ ലവേഴ്സ് ആൻഡ് ഫോട്ടോ ഫ്രീക്സ് ആണ്. പെനോറമിക് വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. സിൻവാലി ഡാം ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണ്. ഇലക്ട്രിസിറ്റി കൂടാതെ ടിബിലിസിക്ക് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈയും ഇവിടുന്ന് ചെയ്യുന്നുണ്ടെന്നാണ് വിക്കിപീഡിയയിൽ പറയപ്പെടുന്നത്. ഈ സ്പോട്ടിൽ കുറേ ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ഫോട്ടോ സ്പോട്ടിൽ നമ്മൾ പേ ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. നല്ല രസമുണ്ടല്ലേ പട്ടീനെ കാണാൻ. അവിടുത്തെ പട്ടികളും പൂച്ചകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ അതിൻ്റെ ഒരു പൂച്ചയുടെ വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ തന്നെ അവിടെ കുറേ അധികം ഷോപ്സ് ഉണ്ട്. കൂടുതലും ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് ടൂറിസ്റ്റിന് വേണ്ട സാധനങ്ങളാണ് അവിടെ കാണുന്നത്. ലൈക്ക് ബൂട്ട്സ്, സ്വെറ്റേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ ഒരു പൂച്ചയുടെ വീഡിയോ കൂടെ ഉണ്ടെന്ന്. ഇതാണ് ആ പൂച്ച. എന്തൊരു തടിച്ച പൂച്ചയാണ്, ഒരു പേടിയുമില്ല പൂച്ചയ്ക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വിഷ്വൽസൊക്കെ എടുത്ത് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് സ്പോട്ടിൽ പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം എങ്ങനത്തെ സ്പോട്ടിലേക്കായിരിക്കും നമ്മൾ പോകുന്നതെന്ന്. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, പാർട്ട് 2 ഓഫ് ജോർജിയയിൽ. ടിൽ ദെൻ ബൈ.